നമ്മൾ ഇന്ന് കാണുന്ന ടൊയോട്ട കമ്പനി ആദ്യം ഒരു വസ്ത്രനിർമ്മാണ കമ്പനി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നെയ്യുന്ന കമ്പനിയായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? ഒരു കാലത്ത് ജപ്പാനിൽ ടൊയോട്ട സാഗിച്ചി എന്ന വലിയൊരു കണ്ടുപിടുത്തക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു കഠിനമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സഹായമായ ഒരു യന്ത്രം നിർമ്മിക്കുക എന്നത്. അതിനാൽ അദ്ദേഹം 1926 ടൊയോട്ട ഓട്ടോമാറ്റിക് ലൂം വർക്ക്സ് എന്നൊരു കമ്പനി തുടങ്ങി. കഠിനാധ്വാനം ചെയ്ത് വസ്ത്രങ്ങളൊക്കെ നെയ്തെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ലൂം മെഷീനുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് ജോലി കുറച്ചും കൂടി എളുപ്പമാക്കുമായിരുന്നു. പിന്നീട് സാഗിച്ചിയുടെ മകൻ കിച്ചിറോ ടൊയോട്ട ഒരു ആശയം മുന്നിലോട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു യന്ത്രം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കാറുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നായിരുന്നു ആ ആശയം. അങ്ങനെ 1936 അവർ പരീക്ഷണമായ ആദ്യ കാർ നിർമ്മിച്ചു. അതായിരുന്നു ടൊയോട്ട എ എന്ന മോഡൽ. പരീക്ഷണത്തിന്റെ പിന്നാലെ തന്നെ 1937 ഇവരൊരു കമ്പനിയും സ്ഥാപിച്ചു. അതായിരുന്നു ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ. അന്നു മുതൽ ടൊയോട്ട അതിന്റെ വാഹനങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കി തുടങ്ങി. ഇന്ന് ടൊയോട്ട എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനികളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ടൊയോട്ടയിലെ ഏറ്റവും ഇഷ്ടമുള്ള കാർ ഏതാണെന്ന് കമന്റ് ചെയ്യും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കല്ല്.